കൂവയ്ക്ക വേണോ? കൂവയ്ക്ക ഇതുണ്ടോ? എനിക്കും കിട്ടി കുറച്ച് കൂവയ്ക്ക. ഇതേ കുറേ നാളുണ്ട് ഇങ്ങനെ ഇലയൊക്കെ ഉണങ്ങിയിരിക്കുന്നു. കുറച്ചേ ഉള്ളൂ കേട്ടോ. നമ്മുടെ വിജയകുമാരി ചേച്ചി നമ്മുടെ പ്രിയപ്പെട്ട വിജയകുമാരി ചേച്ചിയെ മിക്കവാറും എല്ലാവർക്കും അറിയായിരിക്കും. ചേച്ചിയെ ഒരിക്കൽ നമ്മൾ പരിചയപ്പെട്ടാൽ പിന്നെ ചേച്ചി നമുക്ക് മറക്കാൻ പറ്റില്ല. എനിക്ക് എൻ്റെ ഒരു സ്വന്തം ചേച്ചിയെപ്പോലെ. ചേച്ചി അങ്ങനെ എന്തുണ്ടെങ്കിലും, എന്ത് വിഷമതാളായാലും എന്ത് സന്തോഷമായാലും എല്ലാം പറയാറുണ്ട്. ചേച്ചി ഒരിക്കൽ എൻ്റെ വീട്ടിൽ വന്നപ്പോൾ, മക്കളെ കാണാൻ വന്നപ്പോൾ, മക്കളെ നേരത്തെ കണ്ടിട്ടുണ്ട്, ചേച്ചി കൊണ്ടു തന്നതാണ് അവർക്ക് കഴിക്കാൻ വേണ്ടി. അപ്പം അതിൽ നിന്ന് ഞാൻ കുറച്ചെടുത്ത് ഒരു 4-5 ഗ്രോ ബാഗ് വെച്ച്, അതൊന്നും പിന്നെ ഒരു വളം ഒന്നും കൊടുത്തിട്ടില്ല, അതങ്ങനെ ഇരിക്കുമായിരുന്നു. കുറേ നാളുകൊണ്ട് ഓർക്കായിരുന്നു അതങ്ങ് എടുത്താലോ എന്ന്. ഇതേ കണ്ടേ കുഞ്ഞു കിഴങ്ങ, എന്നാലും ഇതൊക്കെ പോരെ നമുക്ക്. പണ്ടൊക്കെ ഇഷ്ടംപോലെ വീട്ടിൽ കൃഷി ചെയ്ത് കഴിച്ചിട്ടുള്ളതാണ്. എനിക്ക് ഈ കൂവയ്ക്ക, മധുരക്കിഴങ്ങ് അങ്ങനെ ഒരു 4-5 എണ്ണത്തിനോടാണ് ഇഷ്ടം. പണ്ടൊന്നും ചേനയും ചേമ്പും ഒന്നും എനിക്ക് ഇഷ്ടമില്ലായിരുന്നു. ഇപ്പോൾ ഇന്നാൾ ചേമ്പൊക്കെ ഉണ്ടാക്കി വെച്ച് കൊടുത്തപ്പോൾ എൻ്റെ മക്കൾ നന്നായിട്ട് കഴിച്ചു കേട്ടോ. അങ്ങനെ പിന്നെ ഞാനും കഴിക്കാൻ തുടങ്ങി. എന്നാലും എനിക്ക് ഏറെ ഇഷ്ടം ഇതൊക്കെയാണ്, ഈ കൂവയ്ക്കയും മധുരക്കിഴങ്ങും ഒക്കെയാണ് എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ളത്. അപ്പോൾ വെറുതെ ഞാനൊരു രസത്തിനെടുത്ത് വെച്ചതാണ്. ചേച്ചി കൊണ്ടുവന്ന് 2 ദിവസം ഉണ്ടാക്കി കഴിച്ചു. പിന്നെ ബാക്കി അവിടെ കിടന്ന് ഉണ്ടാക്കാനും പറ്റിയില്ല. അപ്പം ഞാനോർത്തു അത് എനിക്കോണം സമയത്തൊന്നും അല്ല വെച്ചെന്ന് തോന്നുന്നു കേട്ടോ. പിന്നെ ഞാനോർത്ത് എന്നാൽ പിന്നെ അതെടുത്ത് ഒരു ഗ്രോ ബാഗിലോട്ട് വയ്ക്കാമെന്ന് ഓർത്തു. അങ്ങനെ ഞാനെടുത്ത് വച്ചു. ഇത് വിളഞ്ഞിട്ടില്ല, നന്നായിട്ട് വിളഞ്ഞിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും അറിയില്ല, കിട്ടുന്നത് മതി അല്ലേ. ഇത് ഇഷ്ടമില്ലാത്തത് ആർക്കും ഉണ്ടോ? മിക്കവാറും എല്ലാവർക്കും ഇഷ്ടമായിരിക്കും. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ എൻ്റെ വീട്ടിൽ നിന്ന് ഇങ്ങനെ എടുക്കുന്നത്. അപ്പം ഇതിൽ നിന്ന് കുറച്ച് വെച്ച് അടുത്ത വർഷവും കുറച്ച് ഗ്രോ ബാഗിൽ വെച്ച് എടുക്കണം. ഇനി ഇരിപ്പുണ്ട് കേട്ടോ, 4-5 ഗ്രോ ബാഗ് ഇനി ഇരിപ്പുണ്ടേ. അപ്പോൾ ഓർക്കെ ഇത് നമുക്ക് വേവിച്ച് കഴിക്കാം.